എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ അടുത്ത വീഡിയോ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര വാഗമണ്ണിലേക്കാണ്. ഫ്ലൈ വാഗമണ്ണിനോടൊപ്പം പാരാഗ്ലൈഡിങ്ങിനാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. പാരാഗ്ലൈഡിങ്ങിൻ്റെ കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ബ്ലോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടുന്ന് നമ്മൾ എൻട്രൻസ് ഗേറ്റിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്ററോളം നടന്നു പോകാനുണ്ട്. നമ്മുടെ വെല്ലിയാട്ടിൻ്റെ കൂടെയാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. പാരാഗ്ലൈഡിങ്ങിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമ്മുടെ വെല്ലിയാട്ടൻ നമ്മളുമായിട്ട് പങ്കുവെക്കുന്നതാണ്. പാരാഗ്ലൈഡിങ് ഇവിടെ എത്ര വർഷമായി തുടങ്ങിയിട്ട്? 16ാമത്തെ വർഷമാണ് ഇവിടെ പാരാഗ്ലൈഡിങ് നടക്കുന്നത്. 2003-2004 ആദ്യമായിട്ട് ഇവിടെ ടെസ്റ്റ് ഫ്ലൈ ചെയ്ത് ഇവിടെ ഫ്ലൈയിങ് ആരംഭിക്കുന്നത്. ഓക്കെ. പിന്നെ ഇപ്പോൾ പബ്ലിക്കിന് ഇത് ഓപ്പൺ ഔട്ട് ചെയ്തിട്ട് ഒരു 6-7 വർഷമേ ആയിട്ടുള്ളൂ. 7 വർഷം. ഓക്കെ. ഏത് പ്രായക്കാർക്കും ചെയ്യാവുന്നൊരു മിനിമം വെയിറ്റ് ഒരു 45-50 കിലോ, മാക്സിമം വെയിറ്റ് ഒരു 100 kg ആണ് പറയുന്നത്. ഗ്ലൈഡറിന് വെയിറ്റ് എങ്ങനെ? എന്തിന്റെ? ആളുടെ ബോഡി വെയിറ്റ്. ആളുടെ ബോഡി വെയിറ്റ്, പൈലറ്റിന്റെ ബോഡി വെയിറ്റ്, ഇതെല്ലാം വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വിങ്ങിന്റെ. ഇതില് എങ്ങനെ ബുക്ക് ചെയ്യണം? ഇതിന് നമ്മൾ വരുന്ന ആൾക്ക് ഒരു എക്സ്പീരിയൻസ് വേണ്ട. ഇത് വരുന്ന ആളൊരു പാസഞ്ചർ ആണ് മാത്രമേ. ഇതേ കാഴ്ചകൾ പൈലറ്റിന്റെ കൂടെ ഈ ഹൈറ്റ് 6,000 അടി ഉയരത്തിലാണ് ഇത് പോകുന്നത്. ഇവിടെ നമ്മൾ ഓൾറെഡി 3,500 അടിയായി. ഓൾറെഡി ഈ ഹൈറ്റിൽ നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ 3,500 അടി ഹൈറ്റിലാണ്. പിന്നെ ക്ലൗഡ് എന്ത് ഹൈറ്റ് ഉണ്ടോ ആ ഹൈറ്റ് വരെ നമുക്ക് ആ ദിവസം കയറാം. ഇന്നിപ്പോൾ ഒരു 700-800 മീറ്റർ ഹൈറ്റ് ഉണ്ട്. അത്രയും വരും. പിന്നെ ഒരു 2,500 അടിയും കൂടെ വിടുന്ന ഹൈറ്റ് നമുക്ക് കയറാം. പിന്നെ ഇതിന്റെ എമർജൻസി ലാൻഡിങ്ങുകളും കാര്യങ്ങളും അങ്ങനെയൊക്കെ എമർജൻസി മാനുവൽസ് ഉണ്ട്. അതായത് സ്പൈറൽ ഡൈവ് എന്ന് പറയും. ഇത് 3 Gs വരെ ഫീൽ ചെയ്യും. അല്ലെങ്കിൽ പമ്പരം കറങ്ങുന്ന പോലെ കറങ്ങി താഴേക്ക് വരുന്നൊരു മാനുവൽ ഉണ്ട്. അങ്ങനെ എമർജൻസി നമ്മൾ ഹൈറ്റിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇത് എല്ലാ കസ്റ്റമേഴ്സിനും ചെയ്യാറില്ല. എല്ലാവരും കംഫർട്ടബിൾ ആയവർക്ക് മാത്രം ഒക്കെ അക്രോബാറ്റിക് ഒക്കെ ഉള്ളൂ. ഇത് കേരളത്തിലെ വാഗമണ്ണിലാണ് നിലവിലുള്ളൂ. ഇപ്പൊ മൂന്നാർ അടുത്ത വർഷത്തിന് തുടങ്ങും. അതെ, കേരള ടൂറിസമായിട്ട് പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഇപ്പൊ കേരളത്തിൽ ചെയ്യാൻ ഏറ്റവും നല്ല ലാൻഡ് വാഗമണ്ണാണ്. നിലവിൽ ഇതാണ് ടെസ്റ്റ് ചെയ്ത് വർഷങ്ങളോളം ടെസ്റ്റ് ചെയ്ത് നമ്മളിവിടെ ഫ്ലൈ ചെയ്ത് തിരക്കായിട്ട് ഉണ്ടായിരിക്കും. നമുക്കധികം ദൂരം കാണാൻ പറ്റത്തില്ല. മഴ കഴിഞ്ഞിട്ട് ഒരു ദിവസമാണെങ്കിൽ ഏകദേശം 10-50 കിലോമീറ്റർ ഇവിടുന്ന് നമുക്ക് കുമരകം ബാക്ക് വാട്ടേഴ്സ് കംപ്ലീറ്റ് കാണാം. അവിടം വരെ കാണാം. ക്ലിയർ ആയിട്ട് കാണാം. അതല്ല, ഇത്ര നേരം നമ്മളോട് സംസാരിച്ചത് വെന്റിലേറ്ററാണ്. ഏതായാലും നമുക്ക് പാരാഗ്ലൈഡിങ്ങിനായിട്ട് നമുക്ക് പോയി നോക്കാം.
എക്സ്പീരിയൻസ് ആയിരുന്നു. ജീവിതത്തിൽ ഒരു ടൈമിലെങ്കിലും ഇത് വന്ന് ആസ്വദിക്കേണ്ടതാണ്. ഏകദേശം ഒരു 20 മിനിറ്റോളം ഞങ്ങളിപ്പോൾ പറന്നു. ഇനി ലാൻഡിങ്ങിനായിട്ട് പോവുകയാണ്. നല്ല സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു പക്ഷി പറക്കുന്നത് പോലെ ഒരു ഫീലിംഗ് കിട്ടി. ഓക്കെ, ഇത് നമ്മുടെ ജോബി ചേട്ടന് അടിപൊളി. അങ്ങനെ നമ്മൾ താഴെ ലാൻഡ് ചെയ്തപ്പം താഴെ നിൽക്കുകയാണ്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതിൽ പറക്കാൻ പറ്റിയത്. ചെറുപ്പത്തിൽ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു പക്ഷി പറക്കുന്നത് പോലെ പറക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഫ്ലൈറ്റിൽ പോകുന്ന ഒരു എക്സ്പീരിയൻസ് അല്ല തീർച്ചയായിട്ടും പാരാഗ്ലൈഡിങ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ്. ഒരു പക്ഷി പറക്കുന്ന ഒരു രീതിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഈ നിലത്തുനിന്ന് ഇവിടുന്ന് ഒരു 1000 മീറ്റർ ഉയരത്തിലാണിത് പറന്നു പൊങ്ങുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് പേടിക്കേണ്ടതായിട്ട് ഒരാവശ്യമില്ല. ഇത്തിരി കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഇത് ഏത് പ്രായക്കാർക്കും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ പറന്നു പൊങ്ങുമ്പോൾ നമുക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ എക്സ്ട്രാ ഒരു പാരച്യൂട്ടുണ്ട് നമുക്ക് രക്ഷപ്പെടാനായിട്ട്. അങ്ങനെ അപകട സാധ്യത ഈ 15 വർഷമായിട്ട് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. തീർച്ചയായിട്ടും എല്ലാ ആൾക്കാരും ജീവിതത്തിൽ ഒന്നെങ്കിലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. വീഡിയോ ചെയ്യാൻ നമ്മളെ ഇവിടെ കൊണ്ടുവന്നത് ഫ്ലൈ വാഗമൺ ടീം അംഗങ്ങളാണ്. അവരോട് പ്രത്യേകമായി നന്ദി പറയുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.